അതിപ്പോൾ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ? ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാണ്ഡവപക്ഷം തന്നെ, കൃഷ്ണകുമാർ തന്നെ തേര് തെളിക്കും. 23-ാം തീയതി നമുക്ക് കാണാം. ഇത്തരം ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളിലല്ല, കണ്ടില്ലേ ഫീൽഡിൽ ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന 10,000-കണക്കിന് സംഘപരിവാർ പ്രവർത്തകരുടെ ശക്തി എന്താണെന്ന് 23-ാം തീയതി 10 മണിക്ക് വോട്ടെണ്ണുമ്പോൾ പറയാം. ശിഖണ്ഡികൾ ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവുന്നു. ഞാനതൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല, ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിൻ്റെ ശക്തി പാലക്കാട് എത്രയുണ്ടെന്ന് നമുക്ക് കാണാം. SDPയെയും PFIയെയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് VD സതീശൻ്റെ വ്യാമോഹം മാത്രം. നോയിക്കോ, VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എൻ്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. ഈ 23-ാം തീയതി കഴിയുമ്പോൾ VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എന്താണ് CPM ചർച്ച നടത്തി? അതെ, CPM എടുക്കാത്തതുകൊണ്ട് കോൺഗ്രസ് പോയില്ലേ? ഭിക്ഷാന്തേഹികളെ സ്വീകരിക്കുന്ന പണിയല്ലേ കോൺഗ്രസിന്? ബലിദാനികളെ അപമാനിച്ചവർക്കൊന്നും ഇവിടെ വോട്ടില്ല. നമുക്ക് 23-ാം തീയതി കാണാം. അല്ല, എല്ലാം നിങ്ങൾ അന്വേഷിക്കുന്നത്, ഞാൻ എല്ലാ കാരണവും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ, എന്തിനാണ് ആദ്യം പുറത്താക്കിയത് നിങ്ങൾ അന്വേഷിക്കുക. അല്ല, അതൊക്കെ ഞങ്ങൾ മാന്യത വിട്ടിട്ടുള്ള ഒരു പ്രതികരണവും നടത്താനില്ല. കാരണം മാന്യമായ കാര്യങ്ങളല്ലേ പുറത്ത് പറയാൻ പറ്റുള്ളൂ. ഈ BJP നടപടിയെടുത്ത PFI ബന്ധത്തിന്റെ പേരിലായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. സന്ദീപിനെ പുറത്താക്കാൻ BJP ഇപ്പോൾ ആലോചിച്ചിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പുറത്താക്കാൻ മാത്രം അയാൾ ആരും അല്ലെന്ന്. അയാളുടെ കഴിവ് എന്താണെന്ന് അയാൾ തെളിയിക്കട്ടെ. പാലക്കാട് UDF ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് സന്ദീപിന് നടപടിയെടുക്കുമോ? കാണാം. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പാലക്കാട് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും പാലക്കാട്ടെ സംഘപരിവാറിൻ്റെ ശക്തി എന്താണെന്ന്.